ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. ഒരു അടിപൊളി മുട്ടക്കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനായിട്ട് ഞാനൊരു 6 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. പിന്നെ ഇതാ 2 സബോള എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഒരു 2-3 പച്ചമുളക്, പിന്നെ 2 ഉരുളക്കിഴങ്ങ്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സബോളൊക്കെ നൈസായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. എന്നാലാണ് എൻ്റെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണേ. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം, എന്നാലാണ് എനിക്ക് മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്കിനി പച്ചമുളക് കട്ട് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തോളൂ. നീളത്തിൽ കട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് കുറച്ചധികം മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ നമുക്ക് ഉസ്താദിൻ്റെ ചിലവൊക്കെ ഉണ്ട്. അപ്പോൾ ഉസ്താദിന് ഈവനിങ്ങിൽ നൈറ്റിൽ ഭക്ഷണം നമ്മളാണ് കൊടുക്കാറ്. ചപ്പാത്തി മുട്ടക്കറിയാണ് ഇന്ന് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ മുട്ടക്കറി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇന്ന് ഒരാൾക്ക് ഭക്ഷണം കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഉരുളൻകിഴങ്ങ് ചെറുതായി കട്ട് ചെയ്യാം. നന്നായി ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്യണത്. കാരണം നമ്മൾ കുക്കറിലിട്ടിട്ടൊന്നും അടിക്കണില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 ഉരുളൻകിഴങ്ങും കട്ട് ചെയ്തെടുക്കാം. പിന്നെ എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ എൻ്റെ വീഡിയോസൊക്കെ എങ്ങനെയുണ്ട്? ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ടോ? ഞാൻ എന്തായാലും ഈ ഫീൽഡിൽ പുതിയ ആളാണ്. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി തുടങ്ങണുള്ളൂ. പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. എൻ്റെ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണുക, എന്നാൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതാ ഞാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഐറ്റംസൊക്കെ നമുക്ക് നോക്കാം. ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കണം. അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഇഞ്ചും വെളുത്തുള്ളിയും നമുക്ക് ചതച്ചെടുക്കാം. പിന്നെ ഒരു തക്കാളിയും കട്ട് ചെയ്യണം കേട്ടോ. ചെറിയൊരു തക്കാളി എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് എടുക്കണേ. പിന്നെ നമുക്കൊരു പാത്രത്തിൽ മുട്ട വേവിക്കാൻ വേണ്ടി വെക്കാം. മുട്ട നന്നായി ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവിൽ ഒരു ചെറിയ ഉരുളി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ സബോളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണ്ട, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സബോള ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിനുശേഷം സബോള ഇട്ട് കൊടുത്തിട്ട് സബോളൊക്കെ വഴറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ സബോളൊക്കെ നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. എൻ്റെ മോനക്കൊക്കെ ചപ്പാത്തി മുട്ടക്കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവന് നല്ലോണം കഴിക്കും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ. ഞാൻ എപ്പോഴും ചപ്പാത്തിയൊന്നും ഉണ്ടാക്കാറില്ല. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് പണിയല്ലേ. എനിക്ക് കുറച്ച് മടിയൊക്കെയാണ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ അങ്ങനെ ഉസ്താദിന് ചിലവൊക്കെ ഉണ്ട്. ഉസ്താദ് ചപ്പാത്തിയെ കഴിക്കുള്ളൂ രാത്രി. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ നിർബന്ധമായി ഉണ്ടാക്കിയല്ലേ പറ്റൂ. അപ്പോൾ അതാ സവോളൊക്കെ നന്നായി വഴറ്റി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. പിന്നെ പച്ചമുളക് അതൊക്കെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ സവോള ഏകദേശമൊക്കെ വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഇട്ട് കൊടുത്തു. നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ. പച്ചമുളകൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളൻകിഴങ്ങ് അതിൽ കിടന്നിട്ടൊന്ന് വെന്തോട്ടെ. ഉരുളൻകിഴങ്ങിന് കുറച്ച് വേവുള്ളതല്ലേ. അപ്പോൾ നമ്മൾ കുക്കറിലല്ലല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് കിടന്നിട്ട് ആയിക്കോട്ടെ. ഇനി അതൊക്കെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി പിന്നെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു. ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം ഒന്ന് സെറ്റായിട്ട് വരട്ടെ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് നമ്മളെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കുറച്ച് മുളകും പൊടി ഇട്ടാൽ, അധികം മുളകും പൊടി വേണ്ട. ഒരു 1/2 സ്പൂണൊക്കെ മുളകും പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി, 1.5 സ്പൂണ് മല്ലിപ്പൊടി കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി ഇതൊക്കെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. അതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറിക്കോട്ടെ. അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒന്ന് നന്നായി ചൂടായി വന്നോട്ടെ കേട്ടോ.
നമ്മളെ വീട്ടിൽ പൊടിപ്പിച്ച പൊടികൾ തന്നെയാണ്. മല്ലിയൊക്കെ വറുത്ത് പൊടിപ്പിച്ച എണ്ണയാണ്, എന്നാലും ഒന്നും കൂടി ചൂടാക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തുട്ടാ. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തുട്ടാ. പിന്നെ കുറച്ച് 2 സ്പൂണ് ചിക്കൻ മസാലയുടെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് പച്ചമണം മാറിക്കോട്ടെ. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാനൊരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പൊടിക്കൊന്നും വേണ്ട, അത് അതിൽ കിടന്നിട്ട് മിക്സ് ആയിക്കോളും. ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് നോക്കിയിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ, ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. ഇനി നമ്മളെ കറിക്ക് നമുക്ക് നാളികേരം വേണം. ഞാനൊരു മുറി നാളികേരം ചിരവണുണ്ട് കേട്ടോ. അപ്പോൾ അതാ വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാതും ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ, വറ്റട്ടെ ഒന്ന്. ഇനി നമുക്ക് നാളികേരം അടിച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ നാളികേരം ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. നല്ലോണം അരഞ്ഞോട്ടെ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ലോണം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കത് നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ മുട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഇനി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. മുട്ടയുടെ തൊലിയൊക്കെ നന്നായി ഒന്ന് കളഞ്ഞെടുത്തിട്ട് നമുക്കിത് 2 ഭാഗമാക്കണം കേട്ടോ മുട്ട. ഇപ്പം അതെല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് 2 ഭാഗമാക്കിയിട്ട് നമ്മളെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നടുവൊന്ന് പൊളിച്ചു കൊടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മുട്ടക്കറി വെച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊക്കെ വെക്കാറുണ്ടെന്ന് എനിക്കറിയില്ല. ഇല്ല വെക്കാത്തവരൊക്കെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ. അപ്പം നമ്മളെ കറിയൊക്കെ നല്ലോണം വറ്റി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നാളികേരം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. മുട്ട അധികം ഇട്ടിട്ട് കുത്തി ഉടക്കരുത് കേട്ടോ. അപ്പോൾ ആൾക്ക് മുട്ടൊക്കെ ഉടഞ്ഞു പോവേ, അതിൻ്റെ ഉണ്ണിയൊക്കെ അതിൽ നിന്ന് കലങ്ങി പോവും. അപ്പോൾ അത് നാളികേരം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ച് വന്നോട്ടെ കേട്ടോ നമ്മളെ കറി. അപ്പോൾ നല്ലത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കറിയൊക്കെ ഒന്ന് നന്നായി സെറ്റായിട്ട് വരട്ടെ. ഇപ്പോൾ അതാ നമ്മളെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഞാൻ അപ്പുറത്ത് ചപ്പാത്തി ചൂടുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അത് വറുത്തിട്ട് കറിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലും ഇട്ട് കൊടുക്കാം. ഇനി നന്നായി അതൊന്ന് മുരിഞ്ഞ് വരട്ടെ. നല്ലോണം വറുത്തെടുത്തതിന് ശേഷം നമുക്ക് അത് നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊക്കെ വറുത്ത് സെറ്റായിട്ട് കേട്ടോ. ഇനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. നിങ്ങൾക്ക് വേണ്ടത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് നമ്മളെ കറിയിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൽ ഞാൻ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കാറ്. അപ്പോഴാണ് ആ കുരുമുളകിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇത്തിരി മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ, അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ കറിയൊക്കെ അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.